പ്രത്യേക സംവിധാനത്തിലാണ് കേക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ സാറ്? കേരളത്തിന്റെ ഒരു ഭൂപടക്കം ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ കേക്കിന്റെ മുകളിൽ കേരളം നന്നായിട്ട് പണിതിട്ടുണ്ട്. പക്ഷെ ഈ കേരളത്തിൽ എന്തെങ്കിലൊക്കെ ഒന്ന് നന്നായിട്ട് പണിയണ്ടേ? വേണം. അതെങ്ങനെ സെക്രട്ടറി? നമ്മൾ കണ്ട് ഈ പഞ്ചായത്ത് കണ്ട് ഈ അറ്റത്ത് കിടക്കുന്ന ഈ പഞ്ചായത്തിലല്ലോ നമ്മളെല്ലാരും. ഈ കേരളം പിന്നെ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുമല്ലോ. നമ്മൾ എവിടെ പോയി പണിയാനാ? അപ്പൊ സ്വന്തം പഞ്ചായത്ത് എവിടെയെന്ന് അറിയാം. എടാ, അത് കൊല്ലം ജില്ലയാ. അല്ല, നമുക്ക് അതൊന്നും സംസാരിക്കാം സാറേ. കേക്ക് മുറിക്കാലോ, എല്ലാരും എണീറ്റോളി. അല്ല, നിങ്ങൾക്ക് ഇത്രയും നാൾ ഈ കേരളം അങ്ങനെ കീറി മുറിച്ചിട്ട് മതിയായി. ഞാൻ അഡ്വക്കേറ്റ് സത്യശീലൻ LLB. ഈ കോട്ട് ഇട്ട് വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ സാധാരണ വേഷത്തിൽ വന്നാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ്. എന്നാ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതല്ല, ഇത് എന്റെ കക്ഷി മണ്ടോദരിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതുവരെയായും ഇവർക്ക് കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയണം. അല്ല വക്കീലെ, അത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ മണ്ടോദരിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, തീരുമാനം എടുത്തിട്ടുണ്ട്. അതെന്താ തീരുമാനം എന്ന് പറഞ്ഞോട്ടാൽ? ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വർഷമായിട്ട് നിങ്ങൾ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സുഹൃത്ത്, അതിന് കുറച്ച് നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട്. അത് വേണ്ട, നിയമം നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഐ ആം അഡ്വക്കേറ്റ് സത്യശീലൻ BA LLB. ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് നിയമ തടസ്സമാണുള്ളത് പറയണം. ഇപ്പൊ പറയണം. വക്കീലെ, ഇവരുടെ ഭർത്താവ് എപ്പോ, എവിടെ വെച്ച്, ഏത് സാഹചര്യത്തിൽ, എങ്ങനെ മരിച്ചു എന്നുള്ളതിന് ഒരു രേഖയും ഇല്ല. ഭർത്താവ് മരിക്കാൻ പോകുമ്പോ ഭാര്യയുടെ കയ്യിൽ രേഖകളൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടല്ല മരിക്കാൻ പോകുന്നത്. അത് മനസ്സിലാക്കണം നിങ്ങൾ. അത് വക്കീല് പറഞ്ഞു നേരാ. എന്റെ ഭർത്താവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും അഴി എണ്ണിക്കാൻ വേണ്ടിയാണ് 5000 രൂപ കൊടുത്ത് ഈ വക്കീലിനെ ഞാൻ നിങ്ങോട്ട് കൊണ്ടുവന്നത്. അതെ അതെ, 5 വർഷമായി ഈ പാവപ്പെട്ട വിധവയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ അത് തടഞ്ഞു വെച്ചതിന് നിങ്ങൾ എന്തുമാത്രം ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഈ സ്ത്രീയുടെ എന്തെല്ലാം അവകാശങ്ങളാണ് നിഷേധിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഇവരുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം, ഇവരുടെ വിധവാ പെൻഷൻ, ഭർത്താവിന്റെ ഇൻഷുറൻസ്, പിന്നെ ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളുമാണ് നിങ്ങൾ നിഷേധിച്ചത്. നിങ്ങൾ മനഃപൂർവ്വം നിഷേധിച്ചത്. അത് എത്രമാത്രം വലിയ കുറ്റമാണ് നിങ്ങൾക്കറിയാമോ? ക്രിമിനൽ കുറ്റമാണ്. ക്രിമിനൽ കുറ്റം. എല്ലാത്തിനും ഞാൻ അഴിയണിക്കും. ഞാനാണ് പറയുന്നത്, അഡ്വക്കേറ്റ് സത്യശീലൻ BA LLB. എന്റെ വക്കീലെ, ഇവരുടെ ഭർത്താവ് മരിച്ചത് ഓട്ടോറിക്ഷയിൽ വെച്ചാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ മരിച്ചിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാനായിട്ട് ഈ പ്രസിഡന്റ് മൊയ്തു അടക്കം ഇടപെട്ടിട്ടാണ് ബോഡി വീട്ടിലേക്ക് എത്തിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ മണ്ടോദരി മേഡം? എന്റെ ഭർത്താവിന്റെ ബോഡി കീറി മുറിക്കരുതെന്ന് എന്നോട് കരഞ്ഞ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഞാൻ ആ ബോഡി വീട്ടിലേക്ക് എത്തിച്ചത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് അപ്പോഴത്തെ ആ സങ്കടത്തിൽ എന്താ പറഞ്ഞത്? ഇങ്ങനെ യാതൊരു വിധ രേഖയില്ലാതെ ഞാൻ എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കുക? ഒരാൾ പ്ലെയിനിൽ ഇരുന്ന് മരിച്ചു എന്ന് നല്ല മരിച്ചു. നിങ്ങൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ലേ? ഞങ്ങൾ കൊടുക്കില്ല. എന്നാൽ കൊടുക്കാം. എങ്ങനെ? ഒരാൾ കപ്പലിലോ, പ്ലെയിനിലോ, ലോറിയിലോ, ബസ്സിലോ, കാറിലോ, എന്തിന് ഓട്ടോറിക്ഷയിലോ വരെ ഇരുന്ന് മരിക്കട്ടെ, ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ സാക്ഷ്യപത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇത് പഞ്ചായത്ത് രാജില് വളരെ വ്യക്തമായി, വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. നിയമങ്ങൾ അറിയില്ലെങ്കിൽ ഇതൊക്കെ വായിച്ച് നോക്കണം. അങ്ങനെയാണെങ്കിൽ അന്ന് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആ പൈലറ്റിന്റെ ഡ്രൈവറുടെ സാക്ഷ്യപത്രം ഇവിടെ ഹാജരാക്കൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താണ്? ആ സാക്ഷ്യപത്രം ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാമല്ലോ. സുഹൃത്തുക്കളെ, ചില ജനപ്രതിനിധികൾ ഇടപെട്ട് ഇതുപോലുള്ള പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാറുണ്ട്. പിന്നീട് അതേപറ്റി ആരും ഒന്നും പറയാറില്ല. ഇതൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് എന്റെ കക്ഷി മണ്ടോദരിയുടെ ഹസ്ബൻഡിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ വണ്ടി നമ്പർ KL 96064 വണ്ടിയുടെ ഡ്രൈവർ TK രതീഷ് കുമാറിന്റെ സാക്ഷ്യപത്രമാണിത്. ഇത് പ്രകാരം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാമല്ലോ. കൊടുക്കണം. കാര്യം ഇതിനു മുൻപ് മണ്ടോദരിയുടെ പറഞ്ഞാണല്ലോ. അപ്പൊ മണ്ടോദരി പറഞ്ഞു ആ ഡ്രൈവർ മരിച്ചുപോയി. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രസിഡന്റ്, നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്?
അല്ല ഇനിയിപ്പോ അതിന്റെ പിന്നാലെ നടന്നിട്ട് ഒരുപാട് സമയം പോണ്ടാക്കി ഞാനൊരു എളുപ്പത്തിന് പറഞ്ഞതാ. പ്രസിഡന്റ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതുപോലെ പാവപ്പെട്ട ആളുകളുടെ ഒരു നിസ്സാര കാര്യം പോലും സാധിച്ചു കൊടുക്കാൻ കഴിവും പ്രാപ്തിയുമില്ലാത്ത നിങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾ അടുത്ത ഇലക്ഷനിൽ ദയവ് ചെയ്ത് മത്സരിക്കരുത്. പ്ലീസ്, ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. എനിക്കൊരു സംശയമുണ്ട്. ഈ കേക്ക് പറ്റിച്ച് കാണുന്നത് മലപ്പുറമാണോ കോഴിക്കോടാണോ?